ഈ പ്രാവശ്യത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ഒരു കൺട്രി സൈഡ് ലിവിംഗ് ആണ്. ഓസ്ട്രേലിയയുടെ ഗ്രാമങ്ങളിൽ വന്ന് നമുക്ക് താമസിക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വന്നിരിക്കുകയാണ് ഈ ഹോളിഡേയ്സിൽ. ഞാൻ നിങ്ങളെ ആദ്യം കാണിച്ചു തന്നത് സിറ്റിയിലെ ഒരു ഡിസൈനർ ഹൗസാണ്. ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് ഒരു ഫാം ഹൗസ് ആണ്. അപ്പോൾ ഇവിടെ പണ്ട് ഫാമിംഗ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. അപ്പോൾ ഇത് നമ്മൾ വന്നിരിക്കുന്നത് ടാരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ന്യൂ സൗത്ത് വെയിൽസിലെ ടാരി മിച്ചൽസ് ഐലൻഡ്. അപ്പം നമ്മൾ താമസിക്കുന്ന ക്യാൻബറയിൽ നിന്ന് ഏകദേശം ഒരു 500 കിലോമീറ്റർ ദൂരത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് പ്രാന്താണ്, ക്രേസിയാണ്. ഇവിടെ ഓസ്ട്രേലിയയിൽ ഞങ്ങളിങ്ങനെയൊക്കെയാണ് ഗൈസ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഹോളിഡേ കിട്ടി കഴിഞ്ഞാൽ ഒന്ന് റിലാക്സ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഡ്രൈവിന് പോവും, കോസ്റ്റിൽ പോവും. എപ്പോഴും ഈ അഡ്വഞ്ചർ തന്നെ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഒരു റിലാക്സിങ് ഹോളിഡേ. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ ആണ് ഈ ഒരു ഫാം. രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മലയാളി ഫ്രണ്ടാണ് കേട്ടോ. നമ്മൾ കാൻബറയിൽ നിന്നുള്ള പരിചയമുള്ള ഫ്രണ്ടാണ്. ഈ പുള്ളിക്കാരന് ഇവിടെ 1, 2, 3 ഫാമുണ്ട്. 2 ഫാമിൽ ലൈഫ് സ്റ്റോക്ക് ഉണ്ട്, ഒരു ഫാമിൽ ഗ്രാസ് പുല്ല് വളർത്താണ്. പിന്നെ ഈ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു 3 bedroom ഹൗസാണ്. കൺട്രി സൈഡ് ലിവിംഗ് ആണ്. നല്ല രസമാണ് കൺട്രി സൈഡിലെ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ 2 ദിവസത്തേക്കാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ കൂടെ ബീൻസ് ഉണ്ട്. ബീഷു വാടാ. നമ്മുടെ കൂടെ ബീഷു ഉണ്ട്. ബീഷു വന്നിട്ടുണ്ട്. അപ്പോൾ ബീസ് ഈസ് ബാക്ക് ടു ഹോം. ബീൻസ് ഇസ് ആക്ച്വലി ഫ്രം എ ഫാം. ഫാമിൽ നിന്നാണ് ബീൻസ് വന്നിരിക്കുന്നത്. പക്ഷെ നമ്മുടെ അവിടെ വന്നിട്ട് അധികം കളിക്കാനും ഇതിനൊന്നും സമയം കിട്ടുന്നില്ല. അപ്പോൾ ബീൻസിന് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഫാമിൽ വന്നു കഴിഞ്ഞാൽ പോണികളുണ്ട്. ഇവിടെ കുതിരനെ കാണാം, പോണീനെ കാണാം, ഫീഡ് ചെയ്യാം. പിന്നെ നമ്മുടെ ഫ്രണ്ടിൻ്റെ ഫാമിൽ പോയിട്ട് അവിടെ ആട്, പശു, കോഴി, താറാവ്, ഗിനിക്കോഴി, പിന്നെന്താ ടർക്കി, കഴുത, അൽപ്പാക്ക, അങ്ങനെ വെറൈറ്റി ഓഫ് ആനിമൽസ് ഉണ്ട്. നമ്മളിതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഈ ഒരു സ്റ്റേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ വീട്ടിൽ നമ്മൾ താമസിച്ചു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. രാവിലെ ഒരു 3 മണി നേരമായി. ഇപ്പം എല്ലാ ചിക്കനും കൂടി കൂക്കൂ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു. നമ്മൾക്ക് ഉറങ്ങാൻ പറ്റിയില്ല. അപ്പം നല്ല കാമൻ ക്വയറ്റാണ്. ഇവിടെ ഒരുപാട് ട്രീസ് ഉണ്ട്, നല്ല ഗ്രീനാണ്. പിന്നെ കിളികളുടെ സൗണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. നല്ലൊരു റിലാക്സിങ് ഹോളിഡേ. പിന്നെ നമ്മുടെ ഫ്രണ്ട് ആക്ച്വലി ഹീസ് എ ഡോക്ടർ. ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഡോക്ടർ പശുപതി അല്ല കേട്ടോ. ഇവിടെ ICUയിൽ വർക്ക് ചെയ്യാണ്, ടാരി ഹോസ്പിറ്റലിൽ. പക്ഷെ ഫാമിങ് ക്രേസായിട്ട് ചെയ്യുന്നതാണ്, ബിസിനസ്സായിട്ടല്ല. ഫാമിങ് ഒരു ക്രേസായിട്ട് ഒരുപാട് ഫാം ആനിമൽസിനോട് വളർത്തുന്നു. പശുവൊക്കെ ഉണ്ട്. പശുവിനെ വിൽക്കുകയാണ്, പാലിന് വേണ്ടി ഉപയോഗിക്കുന്നില്ല. കാരണം അതൊക്കെ വലിയൊരു പ്രോസസ്സാണ്. അപ്പം അതുപോലെ തന്നെ ആടുകളൊക്കെ ആയാലും വിൽക്കുന്നു, കോഴികൾ വിൽക്കുന്നു, മുട്ട വിൽക്കുന്നു. അപ്പം എന്തായാലും നമ്മൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങളെ ഇതിൻ്റെ ഉള്ളിലൊക്കെ കാണിച്ചു തരാം, ഇവിടുത്തെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പറയും ഷെയർ ചെയ്യുക. പറ ഷെയർ ചെയ്യുക. ഇതാണ് ഫോമൽ ലോഞ്ച് ഏരിയ. ഇവിടെ ഒരു TV ഉണ്ട്, അതുപോലെ കോഫി ടേബിള്, സോഫ, അതിൻ്റെ പിന്നിൽ ഡൈനിങ് ഏരിയ, കിച്ചൺ. ഇതിപ്പോൾ ഇവിടെ മെസ്സി ആയിട്ടിരിക്കുന്ന നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ കിടക്കാണ്. ഇതവിടെ ഒരു വലിയൊരു സോഫയുണ്ട്. ഇതാണ് ഫോമൽ ഡൈനിങ് ഏരിയ വരുന്നത്. ഫുള്ള് താഴെ വുഡ് തന്നെയാണ്. പിന്നെ കിച്ചൺ ഏരിയ കുറച്ച് മെസ്സിയാണ്, കാരണം നമ്മൾ വന്ന് ഇവിടെ സംഭവങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. ഗ്യാസ് കുക്കിംഗ് ആണ് കേട്ടോ. മിസ് റിയലി ഗ്യാസ് കുക്കിംഗ്. പിന്നെ ഫ്രിഡ്ജ്, എല്ലാവിധ ഫെസിലിറ്റീസ് ഉണ്ട്. ഡിഷ് വാഷർ, മൈക്രോവേവ് ഉണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനത്തെ കബോർഡുകളുള്ളിൽ നിന്ന് പാത്രം എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതാ ഇങ്ങനെ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. അപ്പോൾ കോർണറിലേക്കൊക്കെ പാത്രം വെച്ചാലും നമുക്കിങ്ങനെ ഇതിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാത്രങ്ങൾ എടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കൈ എത്തിച്ചു പോകണ്ട. നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. സ്പേസ് എടുക്കും ഈ ഒരു സംഭവം, പക്ഷേ കൺവീനിയൻ്റ് ആണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ള അത്രയും കട്ട്ലറിയും സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ പ്ലേറ്റുകൾ, ഇവിടെ കുക്കിംഗ് ുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതെ, നമ്മുടെ നാടൻ പാത്രങ്ങൾ, ദോശ, ഇഡ്ഡലി കഴിക്കുന്ന പാത്രങ്ങൾ, അതുപോലെ തന്നെ കുക്കിംഗ് പോട്ടുകളെല്ലാം ഉണ്ട്. അവൻ. പിന്നെ കാണിച്ചു തരാവുന്നത് പാൻട്രിയാണ്, വോക്കിൻ പാൻട്രിയാണ്. നല്ല വലിയ പാൻട്രിയാണ്. ഇഷ്ടംപോലെ ഇപ്പം നമ്മുടെ കുറച്ച് സാധനങ്ങൾ, മിക്സ്ചർ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്, ബട്ടറും സാധനങ്ങളൊക്കെ. അപ്പോൾ ഇതിനകത്ത് ട്രേ, അതുപോലെ തന്നെ ഈവൻ ഹാൻഡ് മിക്സർ, ബ്ലെൻഡർ സെറ്റ്, അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. പിന്നെ ഓയിൽ, സോൾട്ട്, നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്നു. ടീ ബാഗൊക്കെ കൊണ്ടുവന്നു. അപ്പം ഇതാണ് വോക്കിൻ പാൻട്രി. ഇവിടെ ടോസ്റ്റർ ഉണ്ട്, ഹോട്ട് വാട്ടർ കെറ്റിലുണ്ട്, അതുപോലെ തന്നെ വൈറ്റ് ബോർഡ് ഉണ്ട്. നമുക്ക് കിച്ചണിൽ അത്യാവശ്യമായിട്ടുള്ള സംഭവങ്ങളാണ്. എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുന്നുള്ളത്. നമ്മൾ വീട്ടിൽ ചെറിയൊരു ഹാൻഡ് ഹെൽഡ് ബോർഡാണ് ഉള്ളത്. ഇവിടെ ഇങ്ങനെ ചുമരുമ്പുണ്ട്. അപ്പോൾ ഇവിടെ എഴുതിയൊക്കെ വെക്കാം, റിമൈൻഡർ, ടു ഡു ലിസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവമായിട്ട്. പിന്നെ ഇവിടെ
കുറച്ച് കബോർഡുകൾ മുകളിലുണ്ട്. അവിടെ ഈ ഒരു അതിൻ്റെ പേര് ഞാൻ മറന്നുപോയല്ലോ. ഒരു ലോണ്ട്രിയാണ്. ലോണ്ട്രിയിൽ നമുക്ക് വാഷ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ലൈറ്റ് എന്താണ് കത്താത്ത. ലോണ്ട്രിയിൽ നമുക്ക് ഇവിടെ ഡ്രയറും ഉണ്ട്. നല്ല വലിയ ഡ്രയർ ആണ്. ഇവിടുത്തെ വേറൊരു ബെഡ്റൂം. വിൻഡോ ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പുറത്തത്തെ നല്ല ഗ്രീനറീസ് കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു വാർഡ്രോബ് ഉണ്ട്. വാർഡ്രോബിൻ്റെ ഉള്ളൊക്കെ ഒന്ന് നോക്കട്ടെ കേട്ടോ. ഇങ്ങനെയാണ്. ഓക്കെ. അപ്പോൾ ഇതെന്താ അത്? ഓ, ഇവിടെ ഒരു മ്യൂസിക് സിസ്റ്റം ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് പട്ടുകച്ചേരിയൊക്കെ നടത്താൻ ഇവിടെ മൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ടോയ്ലറ്റ്. കൺട്രി സൈഡ് ടോയ്ലറ്റ്. ലൈറ്റ്. വാനിറ്റി യൂണിറ്റ് കണ്ടോ? പഴയ മോഡലിലുള്ള വാനിറ്റി യൂണിറ്റ്. അതുപോലെ തന്നെ ഇതായാലും ബാത്ത് ടബ് അല്ലെങ്കിൽ സ്പാ എന്ന് പറഞ്ഞ സംഭവമായാലും ഇത് ഇവിടെയാണ് കേട്ടോ കുളിക്കുന്നത്. കണ്ടോ? ഇത് വെള്ളമൊക്കെ തെറിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഗ്ലാസിൻ്റെ ഒരു ഇതാണ്. പക്ഷെ എന്നാലും വെള്ളം തെറിക്കും. കൺട്രി സൈഡിൽ പോയി കഴിഞ്ഞാൽ മിക്ക സ്ഥലങ്ങളിലും ഇങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുക. പിന്നെ സോപ്പൊക്കെ വെക്കാനൊരു സംഭവം. ടോയ്ലറ്ററീസ് വെക്കാനുള്ളൊരിത്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഇവിടെയും ഒരു ഡബിൾ ഓർ ക്യൂൻ സൈസ് ബെഡുണ്ട്. ഇവിടെ ആളുകൾ താമസിച്ചിരുന്ന സമയത്ത് കേട്ടോ ഇവിടെ കുക്കിംഗ് പുറത്ത് വെച്ചിട്ടുണ്ട്. പുറത്തൊരു ഇതൊരു സിങ്കായിരുന്നു തോന്നുന്നു. ഇപ്പം മെസ്സിയായിട്ട് കിടക്കാണ്. അതുപോലെ തന്നെ കുക്കിംഗ് ഫെസിലിറ്റി, കുക്ക് ചെയ്ത് കഴിയുമ്പോൾ അടച്ചു വെക്കാനുള്ളത് ഗ്യാസാണ്. നമ്മളെപ്പോഴും നമ്മുടെ ഇന്ത്യൻ കുക്കിന് നമ്മളെപ്പോഴും പറയും പുറത്ത് ഇങ്ങനൊരു സംഭവം വേണം. കാരണം നമ്മുടെ സാധനങ്ങളൊക്കെ ഭയങ്കര മണമല്ലേ. അതുപോലെ മീനൊക്കെ വറുത്ത് കഴിഞ്ഞാൽ ഭയങ്കര മണമല്ലേ. അപ്പോൾ ഇവിടെ വന്ന് നമുക്കതൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ ബാർബിക്യൂവിൻ്റെ ഒരു സെറ്റപ്പും ഉണ്ട് അവിടെ. ഇതാണ് ഫ്രണ്ട് യാർഡ്. ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്. ഫുള്ള് ഗ്രാസ് വെച്ചിരിക്കുകയാണ്. ചുറ്റുപാട് നല്ല ട്രീസ്, അതുപോലെ തന്നെ ബേർഡ്സിൻ്റെ ഒക്കെ സൗണ്ട് കേൾക്കാം. നല്ല കാം ആൻഡ് ക്വയറ്റാണ്. ഇതാണ് ഇവിടെ ഗേറ്റ് വരുന്നത്. ഒരു മെറ്റൽ ഗേറ്റ്, വലിയ ഫാൻസി ഗേറ്റ് ഒന്നല്ല, ഒരു മെറ്റൽ ഗേറ്റാണ്. പിന്നെ ഇതാ ഇവിടെ ഇങ്ങോട്ട് ഇവിടെയും സ്ഥലമുണ്ട്. പിന്നെ ഇവിടെയുള്ള സംഭവങ്ങളൊക്കെ എന്താണെന്ന് എനിക്ക് വലിയ പിടി കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നത് പഴയ താമസക്കാരുടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. വലിയൊരു എന്താ പറയുക കണ്ടെയ്നർന്നോ അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. ഇത് എന്താണെന്ന് എനിക്കറിയില്ല. റെയിൻ വാട്ടർ ടാങ്ക് ഇതാണോ അതോ പിന്നിൽ വേറൊരു ടാങ്ക് ഉണ്ട് അതാണോ എന്ന് എനിക്കറിയില്ല. അത് പഴയ റെയിൻ വാട്ടർ ടാങ്ക് ആണോ എന്നറിയില്ല. ഇതാണ് കാർ പോർച്ച് വരുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിലേക്കുള്ള പോലത്തെ ഒരു സ്റ്റൈല് കാർ പോർച്ചാണ്. ക്ലോസ്ഡ് അല്ല. പിന്നെ അതുപോലെ തന്നെ പിന്നിലേക്കും ഒരു ഷെഡ് പോലെ ഉണ്ട്. അത് ഇനി ഗ്രാനി ഫ്ലാറ്റ് ആണോ എന്നറിയില്ല. പിന്നിൽ ഇങ്ങനെയാണ് വരുന്നത്. നമ്മുടെ അയൽവാസിനെ ഒന്ന് പരിചയപ്പെട്ടത്. എവിടെ നിൽക്കുന്നത് ആരാന്നൊക്കെ. ഇതാണ് നമ്മുടെ ഹലോ, ഇതൊരു പോണിയാണ്. ഹലോ, ഫ്രണ്ട്ലി പോണിയാണ്. ഹലോ, എന്താണ് ഹേ എന്താണ് ഹേ ഹലോ 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 ഹലോ. അയ്യോടാ, അപ്പുറത്ത് വേറൊരു പോണിയും കൂടി നിൽക്കുന്നുണ്ട്, ഒരു ബ്ലാക്ക് കളറിൽ. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ പിള്ളേർക്ക് ഇങ്ങനെ പോണീനെയൊക്കെ കാണാം. ഇഷ്ടം പോലെ പാറ്റ് ചെയ്യാം. ഇതാണ് ഈ കൺട്രി സൈഡ് ഹോമിൻ്റെ ബാക്ക് യാർഡ്. നമുക്ക് ബാക്ക് യാർഡിൽ ആരാ നിൽക്കണേന്ന്. ബീൻസോ പൈസോ പൈസോ എവിടെ വന്നേക്കണേ. നല്ല സ്പേഷ്യസ് ആണ്, ഫെൻസ്ഡും ആണ്. അപ്പോൾ നമുക്ക് പട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ അയച്ചിടാം. പിന്നെ ഈ വീടിൻ്റെ കൺസ്ട്രക്ഷൻ ഒരു സ്പെഷ്യൽ കൺസ്ട്രക്ഷനാണ് കേട്ടോ. ഞാനത് അപ്പുറത്തെ സൈഡിൽ നിന്ന് വീഡിയോ എടുത്തിടാം. താഴെ ഭാഗത്ത് നിന്നൊക്കെ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. താഴെ ഒരു ഹോളോ പോലെയാണ്. അപ്പോൾ ഇത് വുഡൻ ഹൗസാണ്. കൺട്രി സൈഡിലൊക്കെ വീടുകളൊക്കെ മിക്കതും ഇങ്ങനെ വുഡൻ ഹൗസ് പോലെയാണ് കാണാം. അപ്പോൾ അതിൻ്റെ താഴെ ഒരു ബേസ്മെൻറ്റ് പോലെ ഉണ്ടാവും. നമുക്ക് അങ്ങോട്ട് കടക്കാനൊന്നും പറ്റില്ല. പിന്നെ വേറൊരാളെ പരിചയപ്പെടുത്തി തരാം. ഇതാണ് യുഫോർബിയ. നാട്ടിൽ നമ്മൾ ചെന്നപ്പോൾ ഭയങ്കര ക്രേസ് ആയിരുന്നു കേട്ടോ ഒരു സമയത്ത്. പല കളറിൽ ഡബിൾ കളറൊക്കെ ആയിട്ട് യുഫോർബിയ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അമ്മമാരുടെ മെയിൻ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബാർട്ടർ സിസ്റ്റം ആയിരുന്നു. അപ്പം ഒരു വീട്ടിലുള്ള ആളും മറ്റാൾക്ക് ഷെയർ ചെയ്യൽ അങ്ങനത്തെയൊക്കെയാണ്. പക്ഷേ ഇതിൻ്റെ ഇംഗ്ലീഷ് പേര് ക്രൗൺ ഓഫ് ത്രോൺസ് എന്നാണ് കേട്ടോ. കണ്ടോ, ഇതിൻ്റെ പേര് വരാൻ കാരണം വേറെ ഒന്നുമില്ല, അത് ഈ കാണുന്ന മുള്ളുകളാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ ഇതിൻ്റെ പേര് ക്രൗൺ ഓഫ് തോൺസ് എന്നാണ്. ഇഷ്ടംപോലെ കാക്ടസുകളുണ്ട്, നല്ല വെറൈറ്റി കാക്ടസുകളുണ്ട്. പറ്റുമെങ്കിലും ഇവിടെ ഒന്ന് രണ്ടെണ്ണം അടിച്ച് കൊണ്ടുപോകണം. ആ ഒരു പാരറ്റ് ഗ്രീൻ കളറിൽ കാണുന്നതാണ് ചൈനീസ് ജെയ്ഡ് പ്ലാന്റ്. ചൈനീസിന് വളരെ ലക്ക് കൊണ്ട് നമ്മൾ മണി പ്ലാന്റ് വെക്കുന്ന പോലെ തന്നെ വെക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ചൈനീസ് ജെയ്ഡ് പ്ലാന്റ്. ഈ ഒരു കാക്ടസ് നോക്കിയേ, ഇവിടെ ഒരു വെറൈറ്റി, ഇത് വേറൊരു വെറൈറ്റി.
പിന്നെ അവിടെ നല്ല രസമായിട്ട് കുറേ വെറൈറ്റികളുണ്ട് കേട്ടോ. ഈ ഓർക്കിഡ് താമസിയാതെ ക്യാൻബറയിൽ എത്തുന്നതായിരിക്കും. അതിന്റെ പിന്നിൽ ഓർക്കിഡ് ഉണ്ട്. ഇതിന്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഐഫോൺ ഉള്ളതുകൊണ്ട് ഒരു ഉപകാരമുണ്ട് ഗൈസ്. ഞാൻ ഇതിൽ ഫോട്ടോ എടുത്ത് ഇതിന്റെ ഇൻഫർമേഷൻ നോക്കിയപ്പം ഇതിന്റെ പേര് കണ്ടത് ക്രൂസിഫിക്സ് ഓർക്കിഡ് അല്ലെങ്കിൽ 5 സ്റ്റാർ ഓർക്കിഡ് അല്ലെങ്കിൽ റെയിൻബോ ഓർക്കിഡ് എന്നാണ്. ഇത് നേറ്റീവ് ടു സെൻട്രൽ അമേരിക്കയും സദേൺ അമേരിക്കയാണ്. നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലത്തെ ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ സൈഡിലേക്ക് വരും. അപ്പോൾ നിങ്ങൾക്ക് പശുവോ ആടോ കോഴിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളുണ്ട്, ആനിമൽസ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ മേയാൻ ഇടാവുന്നതാണ്. ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അതുപോലെ തന്നെ ഫെൻസ്ഡും ആണ്. ഇതാണ് ഡെക്ക് ഏരിയ. ഡെക്കും ഒരുവിധം സ്ഥലമുണ്ട്. ഇവിടെ വന്ന് നമുക്ക് ചെറിയ പാർട്ടികളൊക്കെ ചെയ്യാനും ഇവിടെ വന്ന് റിലാക്സ് ചെയ്യാനും ഒരു ഡൈനിങ് ടേബിൾ പോലെ സെറ്റപ്പും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഡെക്ക് വരുന്നത്. പിന്നെ ഇത് ബാക്ക് യാർഡ്. ഒരുപാട് മരങ്ങളുണ്ട്. അതുപോലെ നല്ല കാം ആൻഡ് ക്വൈറ്റ് ആണ്. അതുപോലെ തന്നെ നിറയെ കിളികളുടെ സൗണ്ടൊക്കെ ആയിട്ട് നല്ല എന്താ പറയുക, വെരി കാമിങ് ആൻഡ് റിലാക്സിങ് ഒരു എൻവയൺമെൻ്റ് ആണ് ഇവിടെ. ഇത് മാവാണോ? കണ്ടിട്ട് മാവ് പോലെ തോന്നണേ. മാവാണോ എന്നറിയില്ല കേട്ടോ, അടുത്ത് പോയാൽ അറിയുമല്ലോ. മാവ് ഓസ്ട്രേലിയയിൽ വന്നിട്ട് മാവ് കണ്ടില്ല എന്ന് പറയണ്ട. നമ്മുടെ ക്യാൻബറയിലൊന്നും ഇല്ല, പക്ഷേ ഇവിടുത്തെ ക്ലൈമറ്റ് അനുസരിച്ച് ഇവിടെ മാവുണ്ട്. മാങ്ങ ഉണ്ടാവും എന്നറിയില്ല, ചോദിച്ച് നോക്കണം. നല്ല ഒരുവിധം നല്ല എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു മാവാണ് ഇവിടെ കാണുന്നത്. മാവ് കാണുമ്പോൾ ഭയങ്കര നൊസ്റ്റ് ഫീലിംഗ് ആണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ചെന്ന ഒരു ഫീലാണ്. കാരണം നാട്ടിലാണ് നമ്മളിങ്ങനെ മാവൊക്കെ കണ്ടിരിക്കുന്നത്. അതുപോലെ ഒരുപാട് മാവുമ്പോൾ കയറലും മാങ്ങെറിഞ്ഞ് പൊട്ടിച്ച് ഉപ്പും മുളക് പൊടിയും വെളിച്ചെണ്ണയൊക്കെ ഇട്ട് കഴിക്കുന്ന ആ ഒരു ഫീലാണ്. നല്ലൊരു നൊസ്റ്റ് ഫീലിംഗ് ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ചെടിയും പ്രകൃതിയും കാംനെസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ലൊരു ഇതാണ് കേട്ടോ ഈ കൺട്രി സൈഡ് സ്റ്റേ. ഇന്ന് എല്ലാവർക്കും ബോട്ടണി ക്ലാസ് ആണ്. ഈ കാണുന്നതാണ് സൈഗോ കാക്ടസ്. എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലാന്റിൽ പെട്ടതാണ്. ഞാൻ പണ്ട് നോർത്ത് സിഡ്നിയിലായിരുന്നപ്പോൾ എനിക്ക് ഒരുപാട് സൈഗോ കാക്ടസ് ഉണ്ടായിരുന്നു. അതായത് പൂക്കണ കള്ളിച്ചെടിയാണ്. ഇതുമ്പോൾ പൂവുണ്ടാവും, നല്ല രസമുള്ള പൂക്കളായിരിക്കും. പെട്ടെന്ന് തന്നെ പോവും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് 2 വെറൈറ്റിയാണെന്ന് തോന്നുന്നു. ഇതൊരു ഗ്രീൻ വെറൈറ്റിയാണ്. ഇതൊരു ഇച്ചിരി ഒരു എന്താ പറയുക മജന്ത പിങ്ക് കളർന്ന ഒരു വെറൈറ്റിയാണ്. കുറച്ചധികം വെറൈറ്റികൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ മാവിൻ്റെ താഴെയാണ് ഇത് വരുന്നത്. അതാണ് ഏറ്റവും രസം. മാവുമ്പോൾ ഇങ്ങനെ ഒരു ഗ്രില്ല് പോലെ വെച്ചിട്ട് നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. കണ്ടോ, മാവുമ്പോൾ ഇങ്ങനെ വെച്ചിട്ട് സൈഗോ കാക്ടസുകൾ വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതാണ് ഹാങ്ങിങ് പേൾസ്. നല്ല രസമില്ല, ഇങ്ങനെ മണി പോലെ ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്നത് കൊണ്ടാണ് ഇതിനെ ഹാങ്ങിങ് പേൾസ് എന്ന് വിളിക്കുന്നത്. ഇതിന് നല്ല പൈസയുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു തണ്ടിന് തന്നെ $8 $10 അപ്പോൾ ഇതാണ് ഹാങ്ങിങ് പേൾസ്. ഇഞ്ചിയുടെ ചെടി പോലെ തോന്നുന്നുണ്ട്. ഇഞ്ചി ആണോ എന്നറിയില്ല. താഴത്ത് കിഴങ്ങുണ്ട്, പക്ഷെ വലിയ കിഴങ്ങ മലയിഞ്ചി പോലെ ഇരിക്കണേ. ഇത് നോക്കട്ടെ കേട്ടോ, അത് ഇഞ്ചിയാണോ? ഓടിക്കാൻ പറ്റാന്നോട്ടോ. അയ്യോ രക്ഷയില്ല, കത്തി എന്തെങ്കിലും വേണ്ടി വരും. നമ്മുടെ ഫ്രണ്ട് അത് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ആള് വളഞ്ഞ് ഇവിടെ എത്തി. വേറൊരു ചെടി കാണണോ? അതർ ഫേവറേറ്റ് ചെടി നമ്മുടെ പേരമരം. ഇതാണ് പേരക്കായൊന്നും ഉണ്ടായിട്ടില്ല. എഗെയിൻ നോസ്റ്റ് തന്നെയാണ്. നാട്ടിലാണെങ്കിൽ ഇഷ്ടം പോലെ പേരയ്ക്ക കൂടുതലായി കഴിഞ്ഞിട്ട് പേരയ്ക്ക എറിഞ്ഞ് കളിയൊക്കെയാണ്. നല്ല ഒരു പേരമരം. ഒന്നല്ല 2 ഉണ്ട്. അത് അവിടെ ഒരെണ്ണുണ്ട്. പേരയാന്നാണ് എൻ്റെ. ഇവിടെ ഒരെണ്ണം കൂടി ഉണ്ട്. ഇഷ്ടംപോലെ പേരമരം വെച്ചിട്ടുണ്ട് കേട്ടോ. അതെ, ഇത് വേറൊരു പേരമരം. അൺഫോർച്യുനേറ്റ്ലി ഇതൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ നല്ല വലുപ്പമുള്ള പേരമരങ്ങളാണ്. ഇതിൻ്റെ ഫ്രൂട്ടൊക്കെ നീ കഴിക്കാറുണ്ടടാ? നമുക്ക് ഭാഗ്യമുണ്ട്, ഇത് പേരമരം തന്നെയാണ് കേട്ടോ. അതെ, ഒരു പേരയ്ക്ക ഉണ്ടായിട്ടുണ്ട്. ഞാൻ പിള്ളേരെ കാണിച്ചു കൊടുക്കണം, അത് കഴിഞ്ഞിട്ട് പൊട്ടിക്കാം. ഒരു പേരയ്ക്ക നമുക്ക് വേണ്ടി ഇവിടെ ഉണ്ടായി നിൽക്കുന്നതാണ്. ഒരു പേരയ്ക്ക ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ പേരയ്ക്ക ഉണ്ടാവും എന്ന് മനസ്സിലായല്ലോ. പോണി പല്ല് കണ്ടതിൻ്റെ അവൻ്റെ പല്ല് കണ്ടോ? ഇതാണ് പോണിയുടെ പല്ല്. നല്ല വലിയ പല്ലാളാടാ അതിൻ്റെ. ഇതാണ് പോണിയുടെ പല്ല് അല്ലേ. മുടിയൊക്കെ ഞാൻ മാറ്റിയിട്ട് കൊടുത്തു. കണ്ണൊക്കെ ഒന്ന് കാണട്ടെ. ഇതൊക്കെ ഒന്ന് മെടഞ്ഞിട്ടൂടെ. കൺസ്ട്രക്ഷൻ കണ്ടോ? ഇതാണ് അടിഭാഗത്തു നിന്നുള്ള വ്യൂ. കണ്ടോ, കുറേ ഇഷ്ടികൾ പോലെ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഈ വീട് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ കൺട്രി സൈഡിലെ വീടുകളൊക്കെ മിക്ക വീടുകൾ ഇങ്ങനെയാണ്. നമ്മുടെ നാട്ടിലത്തെ പോലത്തെ സിമെന്റും കോൺക്രീറ്റും വാർക്കപ്പണിയും അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. വുഡൻ ഹൗസസ് ആണ്. താഴെ മുഴുവൻ കണ്ടില്ലേ, ഇങ്ങനെയാണ് ഇതിനെ ഹൈറ്റ് വെപ്പിക്കുന്നത്. ആദ്യം ഹൈറ്റ് വെപ്പിച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഫ്ലോർ കാണുന്നത് വുഡനാണ്. അപ്പോൾ ഇതാണ് ബേസ്മെന്റ് പോലെ വരുന്നത് ഈ വീടുകളുടെയൊക്കെ.
ഇത് കണ്ടിട്ടാണ് പലരും പറയാറ് ഓസ്ട്രേലിയയിലെ വീടുകൾ കോഴിക്കോടുകൾ പോലെയാണെന്ന്. കാരണം ഇങ്ങനെ കോഴിക്കോട് പോലെയാണ്. നമ്മൾ കോഴിക്കോടായാലും 2-3 ഇഷ്ടിക വെച്ച് അതിന്റെ മുകളിലല്ലേ കോഴിക്കോട് വെക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. റെയിൻ വാട്ടർ ടാങ്ക്, ഇവിടെ റെയിൻ വാട്ടറിലാണ് എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത്. വേറെ വാട്ടർ സപ്ലൈ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ റെയിൻ വാട്ടറാണ് എല്ലാത്തിനും ഉപയോഗിക്കുന്നത്. നല്ല വലിയൊരു റെയിൻ വാട്ടർ ടാങ്ക് ഉണ്ട് ഇവിടെ. പട്ടി ഭയങ്കര ഹാപ്പിയാണ്. പട്ടിക്ക് ഇഷ്ടം പോലെ സ്ഥലം ഇവിടെ ഓടിക്കളിക്കാൻ കിട്ടിയിട്ടുണ്ട്. ആക്ച്വലി നമ്മുടെ ബീൻസ് ഒരു ഫാം ഡോഗായിരുന്നു. ഫാമിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ കൂടെ ഇപ്പോൾ പാവം അത് കൺട്രി ഡോഗായി. കൺട്രി അല്ല, സിറ്റി ഡോഗ്. അപ്പോൾ ഇതാ ആൾ ഇവിടെ നല്ല ഓടിക്കളിയാണ്. ഭയങ്കര ഹാപ്പിയാണ്. ഇവിടെയൊക്കെ ഫെൻസ് ചെയ്തതാണ്, പക്ഷെ എന്നാലും ഇതിൻ്റെ ഉള്ളിലൊക്കെ ചെറിയ ഗ്യാപ്പുകളുണ്ട്. അതുകൊണ്ടൊരു ഇതിൻ്റെ ഉള്ളിൽ കൂടെ ആൾ പുറത്തേക്ക് കടന്ന പണി കിട്ടും. അതുപോലെ തന്നെ ഇവിടെ ഈ വീടിൻ്റെ താഴെ ഭാഗത്തും ഫുള്ള് ക്ലോസ്ഡ് അല്ല. അപ്പോൾ അതും നമ്മളൊന്ന് ശരിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിലേക്കൊക്കെ ആൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആളെ കിട്ടണമെങ്കിൽ ഇച്ചിരി പണിയായിരിക്കും. യു ക്യാൻ ഡു ഇറ്റ്. ആ കാല് പൊന്തിക്ക് ഊഞ്ഞാല് പോലെ ആട്. ആ അങ്ങനെ നമ്മൾ ഒരേ ഒരു പേരക്ക പൊട്ടിക്കാണ്. ഉമ്മിക്കുട്ടൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ പേരക്ക പൊട്ടിക്കണേ. ആഹാ നോക്കട്ടെ. അപ്പൊ ഇതാണ് നമ്മുടെ ഒരേ ഒരു പേരക്ക. ഇച്ചിരി കിളി കൊത്തിണ്ട്. നിനക്ക് വേണോടാ പേരക്ക? വേണോടാ? ഞങ്ങൾ തിന്നട്ടെ കേട്ടാ. നിനക്ക് എപ്പോഴും കിട്ടണതല്ലേ. വേണോ പേരക്ക? പേരക്ക വേണോ? പേരക്ക വേണോ? അയ്യാടാ കൊതിയുണ്ടടാ, കൊതിയുണ്ടടാ. അയ്യോ, ഇവിടെ വലിയ ഒരു മരമുണ്ട്. നല്ല രസമുണ്ട്. നമ്മുടെ നാട്ടിൽ ആല് പോലെയൊക്കെ തോന്നുന്നു. അതിൻ്റെ താഴെ ചെടികൾ വെച്ചിരിക്കുന്ന നോക്ക്. ചെടി മയാണ്. ഇവിടെ ഇഷ്ടംപോലെ ചെടികളുണ്ട്. ഇതിൻ്റെ പേരുകളൊന്നും അറിയില്ല. ഇനിയിപ്പോൾ ഐഫോണിൽ നോക്കി പറയാനുള്ള സമയമില്ലാണ്ടല്ല മടി. ഇതാ ഇവിടെയും ഉണ്ട് കേട്ടോ ഓർക്കിഡ്. ഇത് എന്തോ നല്ല ഇടിയോട്ട് വെറൈറ്റി ഓർക്കിഡാന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇവിടെ ഒരു ഓർക്കിഡ് ഉണ്ട്. ഇതും ഒരു തരം ഓർക്കിഡാണ്. അതിൻ്റെ അടിയിലെ കിഴങ്ങുകൾ കണ്ടാൽ അറിയാം. ഇതും ഒരു തരം ഓർക്കിഡാണ്. അതുപോലെ മോൺസ്റ്റേരിയ അങ്ങനത്തെ ഒരു ചെടിയാന്ന് തോന്നുന്നത്. ഓ എന്ത് രസം അവിടെ കാണാനായിട്ട്. ഇത് നോക്കി, ഈ മരത്തുമ്പോൾ ഒരു സാധനം. ഇത് ആദ്യം കണ്ടപ്പോൾ ഞാൻ ചെടിയാന്ന് വെച്ചത്, പക്ഷെ ഇതിൻ്റെ വേരാണെന്ന് എനിക്ക് തോന്നുന്നത്. കണ്ടോ ദേ ഈ മരത്തിൻ്റെ വേര്. നല്ല എന്താ പറയുക, സാന്റാക്ലോസിൻ്റെ താടി പോലെ ഉണ്ട്. നല്ല രസമില്ലേ കാണാനായിട്ട്. ഇവിടെ കുറേ ഉണ്ട് കേട്ടോ. അതുപോലെ ദേ ഇപ്പുറത്തും ഉണ്ട്. ഈ മരത്തിൻ്റെ ഇപ്പുറത്തും ഉണ്ട്. ഇതൊരു തരം വേരാന്ന് തോന്നുന്നു. പക്ഷെ ഇത് എന്താണ് ഇതിൻ്റെ മോളിൽ നിന്ന് ഇങ്ങനെ വരേണ്ടതെന്ന് മാത്രം എനിക്ക് മനസ്സിലായില്ല. ഇതാ നമുക്ക് പുൽക്കൂടൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പുല്ല് പോലെ ഇടാം. എന്താ ഒരു ഭംഗിയില്ലേ. കൊട പോലെയാണ് ഈ ട്രീ നിൽക്കുന്നത്. മുകളിലേക്കല്ല പോയിരിക്കുന്നത് ഈ ട്രീ, സൈഡിലേക്കാണ് പോയിരിക്കുന്നത്. നല്ല രസമുണ്ട് ഇവിടെ കാണാനായിട്ട്. ഞാനിവിടെ ചെടിയും മരമൊക്കെ എക്സ്പ്ലോർ ചെയ്യും. ഒരാൾ നോക്കാൻ എൻ്റെ പിന്നാലെ പറഞ്ഞ ആ പേരയ്ക്ക കണ്ടിട്ട് നിനക്ക് കിട്ടൂല മോനെ, ഇത് ആകെ ഒരു പേരയ്ക്കുള്ളൂ, വെരി സോറി. ഇവനെ കുളിച്ചിട്ട് കുറേ ദിവസമായി നോക്കി തട്ടുമ്പോൾ അവനെ വെത്തത് പൊടി പോണേ. അയ്യേ പൊടി പോണക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് കുളിച്ചു വിടറാ. മടുഭാത്താണോ നിനക്ക്? അയ്യോ കണ്ട പൊടി. നല്ല കാമൻ കോയിട്ടായിട്ടുള്ള സ്ഥലം. നിറച്ച് കിളികൾ, നിറച്ച് മരങ്ങൾ, ചെടികൾ, പച്ചപ്പ്, ഗ്രീനറി ഇതെല്ലാം ഇഷ്ടമുള്ളവർക്ക് കൺട്രി സൈഡ് സ്റ്റേ ആണ്. ലോക്കാറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പഴത്തിൻ്റെ ചെടിയാണിത്. സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ ചെറുതായിട്ട് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാൻ പറ്റുമോ നോക്കട്ടെ. കണ്ടോ, അതാണ് ലോക്കാറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പഴമാണ്. നമ്മുടെ ലൈച്ചിയൊക്കെ പോലെ ഇരിക്കുന്നു. putting my leg up there. Okay, go. Oh. You can't do pull-ups. You're gonna pull your head up, Amma. അവിടെ വാഴകളുണ്ട്. വലിപ്പമൊന്നുമില്ല, കുട്ടി വാഴകളാണ്. ഓസ്ട്രേലിയയിൽ വാഴ ഉണ്ട്. പല സ്ഥലങ്ങളിൽ പല ക്ലൈമറ്റിൻ്റെ ബേസ് ചെയ്തിട്ടായിരിക്കും. നമുക്ക് കാൻബറയിൽ തണുപ്പായതുകൊണ്ട് വാഴയൊന്നുമില്ല. ക്യൂൻസ്ലാൻഡ്, കെയ്ൻസ് ആ ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ വാഴയും ട്രോപ്പിക്കൽ ക്ലൈമറ്റും സംഭവങ്ങളൊക്കെ ഉണ്ട്. വാഴ കുളച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ചെറിയ വാഴ ചെയ്തുകൊണ്ടായിരിക്കും. ഇതാ ഇവിടെ ഒരു വാഴക്കുടപ്പിനുണ്ട്. അതെ, തേൻ കുടിക്കാൻ പറ്റാമോ? ഒന്ന് പൊളിച്ചോക്കട്ടെ. നൊസ്റ്റ് തേൻ വെരി സോറി ഇല്ല. ഇവിടെ കുറച്ച് കൺട്രീസ് ആയിട്ട് സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് കാണാം കേട്ടോ. അതെ, ഇവിടെ ഒരു ഗിറ്റാർ വെച്ചിട്ടുണ്ട്. എവിടെ കണ്ടില്ല? ഡോഗല്ല തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഗിനിപ്പിക്ക് ഹാംസ്റ്ററിന്റെ കൂട് പോലെ എനിക്ക് തോന്നുന്നു. കണ്ട സ്റ്റെപ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഡോഗിന്റെ കൂടെ അങ്ങനെ ഇരിക്കില്ലല്ലോ.
ഇത് മറ്റേ ഗ്രൗണ്ട് കുഴി ഉണ്ടാക്കുന്ന സാധനം എന്താ പറയാ ഇതിന് ആ സംഭവമാണ് ഇത് ഇവിടെ. വേറൊരു സംഭവം അടിപൊളി ഒരു സാധനം വെച്ചിട്ടുണ്ട്. ആർക്കാ പറയാൻ പറ്റത് എന്തുട്ടാന്ന്? കമോൺ ഗായ്സ്, ഇതെന്തൊരു സാധനം എന്ന് പറ. വാവ്, ചേച്ചക്ക് കിട്ടി. അപ്പം പറഞ്ഞ ബീർ നിറച്ച് വെക്കുന്ന സാധനം പറഞ്ഞത് ബാരല്. ഇത് ഒന്ന് തുറന്നോക്കി. ഇതാണ് കൺട്രി സൈഡ് ബാർബിക്യൂ. ഇത് പിടിച്ചേരാ, ഞാനത് തുറന്ന് കാണിച്ചുതരാം. ഓക്കെ, അപ്പൊ കൺട്രി സൈഡിൽ ബാർബിക്യൂ ചെയ്യുന്ന മെഷീനാണ് കേട്ടോ ഇത്. ഇതൊരു ടിൻ ബാരലാണ്. അത് ഓക്കെ വെയിറ്റ് ഉണ്ട് കേട്ടോ. ആഹാ, അപ്പൊ ഇതാണ് ബാർബിക്യൂ ചെയ്യുന്ന സംഭവം. ഇതിലാണ് നമ്മളിങ്ങനെ തിരിക്കണം. താഴത്തെ ഒരു ഗ്രില്ലുണ്ട്, ഗ്യാസ് ഉണ്ട്. കൺട്രി സൈഡ് ബാർബിക്യൂ. ഗ്യാസ് ഇതിലേ വരാൻ തോന്നുന്നത്. എങ്ങനെയാ ഇതിൽ കത്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതാ ഗ്യാസിന്റെ ഇവിടെ ഒരു നോബ് ഉണ്ട് കൂട്ടാനും കുറയ്ക്കാനൊക്കെ ആയിട്ട്. അപ്പൊ നമ്മള് ഗ്യാസ് പറഞ്ഞനുസരിച്ച് ഇതിങ്ങനെ തിരിക്കുകയാണോ. എനിവേ, ഇതാണ് കൺട്രി സൈഡിലെ ബാർബിക്യൂ മെഷീൻ. ഇതവിടെ നല്ല കമ്പി മുള്ളുവേലി വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ഫെൻസ് ഇതാണല്ലോ. ഇതൊക്കെ നമ്മള് അവിടെ സിറ്റിയിലൊന്നും കാണുന്നില്ല ഇങ്ങനത്തെ സംഭവം. ഇത് മുഴുവൻ കൺട്രി സൈഡിലാണ്. മുള്ളുവേലി നല്ല ഗ്രീൻ ആയിട്ടുള്ളൊരു ചെടി. ഒരു തരം മുല്ലയാന്ന് തോന്നുന്നത്. ഓട്ടേട്ടാ, ഒരു തരം മുല്ലയാണ്. നല്ല മണമുണ്ട് ഇതിന്. മുല്ലയുടെ ചെടിയാണ്. നല്ല വലിയ ഒരു മുല്ലയുടെ ചെടി. ഓസ്ട്രേലിയൻ കൺട്രി സൈഡിലുള്ള കാഴ്ചകളാണ്. ഇവിടെ ഹിറ്റാച്ചിയുടെ ഒരു വണ്ടിയുണ്ട്. നമ്മൾ വീടിൻ്റെ പുറത്തുള്ള ഏരിയ ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ ഇഷ്ടംപോലെ നമുക്ക് ഇറങ്ങി നടക്കാം. ആൾക്കാരൊന്നും അധികമില്ല, വണ്ടികളധികം ഇല്ല, അപ്പോൾ അധികം പേടിക്കാനില്ല. എനിക്കങ്ങനെ ഇടയ്ക്ക് സിറ്റി ലൈഫിൽ നിന്ന് ഇങ്ങനെ ഓരോ റിലാക്സിങ് ഹോളിഡേയ്സ് എപ്പോഴും നല്ലതാണ്. അവേ ഫ്രം എല്ലാവിധ ഹസൽസും ബിസി ലൈഫും സ്ട്രെസ്സും അതിൽ നിന്നൊക്കെ മാറിയിട്ടൊരു ചെറിയ പടിയൊന്നും കിട്ടിയില്ല മോനെ ഫെച്ച് ചെയ്യാൻ. നമ്മളിങ്ങനെ ഇറങ്ങി ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ നല്ല രസമാണ് കാണാനായിട്ട്. നല്ല കാം ആൻഡ് ക്വയറ്റ്. ആൻഡ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ആളാണിത്. ബീനീസ് ബാക്ക് ഹോം. ബീനി അവസാനം ഫാമിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ബീനി ഹാപ്പിയാണോ? ബീനിയുടെ കാലൊക്കെ കണ്ടില്ലേ? അയ്യോ, ചെളി നിറച്ച് ചെളിയായിട്ടുണ്ട്. ഹാപ്പിയായാ? എവിടേക്ക് വന്നേക്കണേ? പിസ എവിടെയാ? കിളിയോട് കിളി കിളി സ്കൂറൽ പിസ ചിക്കൻ ബിസു ചിക്കൻ. പാർക്കിൽ പോയോ? പാർക്കില് ചിക്കൻ കഴിച്ചാ? വായോ, പണി നിൽക്കണ്ട, അങ്ങോട്ട് വായോ. പേരയ്ക്ക ഞാൻ കൊണ്ടുണ്ട്. നീ കിട്ടിയില്ല എന്ന് പറഞ്ഞ വിഷമം വേണ്ട. ഓടിവാ. ഒരാൾ വരണോക്കേ. എനിക്കൊരു വിഷമം. ആൾക്ക് പേരയ്ക്ക കൊടുക്കാണ്ടായപ്പോൾ എനിക്കൊരു വിഷമം. അപ്പം ഞാൻ ആളെ വിളിച്ചു. ആൾ വരുന്നുണ്ട്. നമുക്ക് നല്ല ഇണക്കമുള്ള ഒരു പോണി. വായോ, ഓടി വായോ. ഒരു കഷ്ണം കൊണ്ടുണ്ട്. ഇനി നിനക്ക് വിഷമം വേണ്ട. അയ്യോടാ, ഒരാൾ വരണോക്കിയേ. ഇത്ര ഇഷ്ടമാണ് പേരയ്ക്ക? വിശക്കണുണ്ടോ നിനക്ക്? വായോ, നിനക്ക് തന്നില്ല എന്ന് പറഞ്ഞുള്ള വിഷമം വേണ്ട. വേണം പേരയ്ക്കയുടെ ഒരു കഷ്ണം നീന്തുന്നത്. എൻ്റെ കൈ അടിക്കരുത് കേട്ടോ. കൈ അടിക്കല എൻ്റെ അമ്മോ. എന്ത് വലിയ പല്ലുണ്ടപ്പോൾ. ഹാപ്പി ആയില്ലേ? കണ്ണ് കാണണ്ടേ? ഹാപ്പി. ഓക്കെ, കഴിച്ചോട്ടെ. നാട്ടിലെ വീടിൻ്റെയൊക്കെ മേലെ ആൻറ്റിന കാണില്ലേ? ഓർക്കുന്നുണ്ട്. ടി വി ആൻറ്റിന തിരിക്കലും സംഭവങ്ങളൊക്കെ. മഴ പെയ്ത് കഴിഞ്ഞാലൊക്കെ ടി വി വർക്ക് ചെയ്യില്ല. അത് കഴിയുമ്പോൾ പിന്നെ മോളിൽ പോയിട്ട് ആൻറ്റിന പിടിച്ചിട്ടൊരു തിരിയാണ് ഗ്രെയിൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഒരു ആൻറ്റിന അവിടെ വെച്ചിട്ടുണ്ട്.